ഹലോ സ്റ്റുഡൻസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് എം.കോം കോർപ്പറേറ്റ് അക്കൗണ്ടിങ് എന്ന സബ്ജക്റ്റിലെ ഒരു ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എന്താണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഒരു ന്യൂ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. ഓക്കെ, എൻറ്റയർലി ന്യൂ ബ്രാഞ്ച് തന്നെ നമുക്ക് പറയാം. കാരണം 1960 മുമ്പ്, 60 മുമ്പുള്ള കാലഘട്ടങ്ങൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടൻസ് ഹ്യൂമൻ റിസോഴ്സസിനെ ബാക്കിയുള്ള ഫിസിക്കൽ ആൻഡ് അതർ അസറ്റ്സിൻ്റെ കൂടെ കണക്കാക്കിയിരുന്നില്ല. ദേ ഇഗ്നോർ ഹ്യൂമൻ റിസോഴ്സസ് ആസ് എ പ്രൊഡക്റ്റീവ് റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ പേഴ്സണൽസിനെ ഒരു പ്രൊഡക്റ്റീവ് റിസോഴ്സസ് ആയിട്ട് അവർ കണക്കാക്കിയിരുന്നില്ല. അത് 1960-കളുടെ കഴിഞ്ഞതോടുകൂടി ബിഹേവിയറൽ സയൻറ്റിസ്റ്റുകൾ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആ ഫെയിലിയർ ഏതിൻ്റെ, നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റിൽ ആ ഫെയിലിയർ ഹ്യൂമൻ റിസോഴ്സസിനെ മറ്റുള്ള ഫിസിക്കൽ അസറ്റിൻ്റെ പോലെ കൺസിഡർ ചെയ്യാത്ത അതിനെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അതിൻ്റെ ഫലമായിട്ടാണ് ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ഇമ്പോർട്ടൻസ് പതുക്കെ കൂടിക്കൂടി വന്നത്. നമുക്ക് ആലോചിച്ചറിയാം. അവർ പറയുന്നത് ഇതാണ്, മിക്ക ഓർഗനൈസേഷൻസിലും ഇൻവെസ്റ്റ്മെൻറ്റ്, അന്നത്തെ കാലത്ത് മിക്ക ഓർഗനൈസേഷനിലെയും ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കൽ ആൻഡ് നോൺ ഹ്യൂമൻ അസറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് ഫിസിക്കൽ അസറ്റ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ബിൽഡിംഗ് പോലെയുള്ള ഫിസിക്കൽ അസറ്റിലും അതർ നോൺ ഹ്യൂമൻ അസറ്റുകളിലും ഇൻവെസ്റ്റ് ചെയ്തത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ട് മാത്രമാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവരുടെ മോസ്റ്റ് ഓഫ് ദ ഏർണിങ്സ് അത് അവർ ഡിറൈവ് ചെയ്തിരിക്കുന്നത് സ്കിൽ ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് പേഴ്സണൽസ് ആണ്. ഓക്കെ, അവരുടെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ സ്കില്ലും അതുപോലെ ഹ്യൂമൻ റിസോഴ്സസിൻ്റെ ആ എബിലിറ്റിയും കൊണ്ടാണ് അവരുടെ ഏർണിങ്സിൻ്റെ മെജോറിറ്റി പോർഷനും അവർ നേടിയിരുന്നത്. പക്ഷേ ഇത് നമ്മൾ അക്കൗണ്ടിങ് വർക്കിൽ കാണിക്കാത്തത് കൊണ്ട് തന്നെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്തത് വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ അസറ്റിലേക്ക്, പക്ഷേ കിട്ടുന്ന റിട്ടേണോ വളരെയധികം കൂടുതലും. ഓക്കെ, കാരണം ആ അസറ്റും കിട്ടുന്ന പ്രോഫിറ്റുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റിട്ടേൺ വളരെയധികം കൂടുതലായിട്ടാണ് കാണുന്നത്. കാരണം അവരെന്ത് റെക്കോർഡ് ചെയ്തിട്ടില്ല, ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ ആ സ്കിൽഡ് എംപ്ലോയീസിൻ്റെ കോൺട്രിബ്യൂഷൻ അവിടെ എന്ത് ചെയ്യുന്നില്ല, റെക്കോർഡ് ചെയ്യുന്നില്ല. അതാണ് മെയിനായിട്ടും ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങിയത്. എന്തുകൊണ്ട് ഹ്യൂമൻ റിസോഴ്സസിനെ അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിങ് വേണം എന്നുള്ള ഒരു ധാരണയിലേക്ക് നമ്മൾ എത്തുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പുതിയ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് നമുക്ക് തുറന്നു കിട്ടിയത്, ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. നമുക്കറിയാം മിക്ക ഫേമുകളിലും എസ്പെഷ്യലി നമ്മുടെ സ്കിൽഡ് വർക്കേഴ്സ് വേണ്ട ഫേമുകളുണ്ട്. അതായത് ഓർഗനൈസേഷൻ ഓഫ് കൺസൾട്ടൻസ്, ആർക്കിടെക്ട്സ്, അതുപോലെ തന്നെ ഡിസൈനേഴ്സ്, ട്രേഡിംഗ് കൺസേൺസ്, ടെക്നിക്കൽ സർവീസ് ഏജൻസീസ്, ഇവിടെയൊക്കെ സ്കിൽഡ് മാൻ പവർ ഇൻറ്റൻസീവ് ഫേമുകൾ തന്നെയാണ് ഈ ഫേമുകൾ. ഇവരുടെയൊക്കെ ഏർണിങ്സ് എന്ന് പറയുന്നത് മേജറായിട്ട് അതിൽ ബേസ് ചെയ്തിരിക്കുന്നത് ഹ്യൂമൻ അസറ്റ് തന്നെയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഫേമുകളിലൊക്കെ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് നടന്നേ പറ്റൂ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അക്കൗണ്ടിങ് എന്നുള്ള ഒരു പുതിയൊരു ശാഖ തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യം വന്നത്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്താണെന്നാണ് നമ്മളിനി പറയാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ, എങ്ങനെയാണ് അത് വന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? അതിൽ വേറെ ഒന്നുമല്ല നമ്മൾ ചെയ്യണത്. ഇറ്റ് ഈസ് മെയിൻലി ദ വാല്യുവേഷൻ ഓഫ് ഹ്യൂമൻ അസറ്റ് ഇൻ മോണിറ്ററി ടേംസ്. കണ്ടോ, അതിലെന്താ ചെയ്യണത്? വാല്യുവേഷൻ ഓഫ് ഹ്യൂമൻ അസറ്റ്. നമ്മുടെ സ്ഥാപനത്തിലുള്ള ഹ്യൂമൻ അസറ്റ് നമ്മൾ വാല്യൂ ചെയ്യണോ? എങ്ങനെ വാല്യൂ ചെയ്യണോ? ഇൻ മോണിറ്ററി ടേംസ്. ഓക്കെ, അത് മാത്രമാണോ? അല്ല, അത് മാത്രമല്ല നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ ചെയ്യണത്. ആൻഡ് പ്രോസസ് ഓഫ് ദെയർ റെക്കോർഡിങ്. കണ്ടോ, വാല്യൂ ചെയ്യുന്നു, ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഡിസ്ക്ലോഷർ, ദെൻ അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്ക്ലോസ് ചെയ്യുന്നു. മനസ്സിലായ? എക്സ്റ്റേണൽ യൂസേഴ്സിനും ഇൻറ്റേർണൽ യൂസേഴ്സിനും സൂട്ടബിളായ രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഹ്യൂമൻ അസറ്റുകളെ വാല്യൂ ചെയ്യുന്നു, മോണിറ്ററി ടേംസിൽ വാല്യൂ ചെയ്യുന്നു, അതിനെ റെക്കോർഡ് ചെയ്യുന്നു, അതിനെ ഡിസ്ക്ലോസ് ചെയ്യുന്നു.
മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്തൊക്കെയാണ് എന്താണ് ഹ്യൂമൻ റിസോഴ്സസിൽ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റികളെന്ന് നമ്മൾ പറയുന്നുണ്ട്. നോക്കിയേ, ദസ് ഇറ്റ് എസെൻഷ്യലി ഇൻവോൾവ്, അതായത് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എസെൻഷ്യലി ഇൻവോൾവ്സ് ദ മെഷർമെൻറ്റ് ആൻഡ് വാലുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. കണ്ടോ, HR എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിസോഴ്സ്. അപ്പോൾ മെഷർമെൻറ്റ് ആൻഡ് വാലുവേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആദ്യത്തെ നമ്മുടെ വർക്ക്. ദെൻ രണ്ടാമത്തെ വർക്ക് എന്താണ് അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്നത്? റെക്കോർഡിംഗ് എന്നാണ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. റെക്കോർഡ് ചെയ്യുന്നു. എന്തിനെ റെക്കോർഡ് ചെയ്യുന്നു എന്നാണ്? നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെ ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ. ഓക്കെ, ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്താണ്? നമ്മൾ പ്രസൻറ്റിങ് ദ ഇൻഫർമേഷൻ ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. കണ്ടോ, അപ്പോൾ റെക്കോർഡ് ചെയ്തിരുന്നു, ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ അതിനെ പ്രസൻറ്റ് ചെയ്യുന്നു, ദെൻ ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേറ്റിംഗ് ഇറ്റ് ടു മാനേജ്മെൻറ്റ് ആൻഡ് എക്സ്റ്റേണൽ യൂസേഴ്സ്. ആ ഇൻഫർമേഷൻ നമ്മൾ ആരിലേക്ക് എത്തിക്കുന്നു? മാനേജ്മെൻറ്റിലേക്കും എക്സ്റ്റേണൽ യൂസേഴ്സിലെത്തിക്കുന്നു. ഇത്രയും വർക്കുകളെ നമ്മൾ പറയുന്ന പേരാണ് ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ്. അപ്പോൾ വാട്ട് ഈസ് എന്ന് ചോദിച്ചാൽ കാര്യം മനസ്സിലായല്ലോ. ഹ്യൂമൻ റിസോഴ്സസ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ 4 വർക്കുകളാണ്: മെഷർമെൻറ്റ് ആൻഡ് വാലുവേഷൻ ഓഫ് HR, റെക്കോർഡിംഗ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഇൻ ദ ബുക്സ് of accounts, then presenting the information in the financial statements, then communicating it to management and external users. Clear?